സേവനം തന്നെ ഉണ്ടെങ്കിലും അവരെ പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഈ സിനിമ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ടുള്ളൊരു കുട്ടിയെ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ഈ സിനിമ ദ കിഡ്സ് കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒരു സിനിമയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഭിന്ന ശേഷിയുള്ള കുട്ടികളെ കഥാപാത്രമാക്കിക്കൊണ്ട് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ രാജീവ് രഞ്ജൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ചിത്രം തീർച്ചയായിട്ടും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ശ്രമത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. നമസ്കാരം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായിട്ട് വളരെ പ്രത്യേക താല്പര്യമുള്ള ഒരു പ്രോജക്റ്റാണ്. കാരണം രാജീവ് സിനിമയിലെത്തി ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കൂടെയാണ്. പിന്നീട് രാജീവ് സംവിധാന രംഗത്തോട് മാറി അഭിനയ രംഗത്തേക്കോട് മാറി സിനിമയിലും ടെലിവിഷനിലും ഒക്കെ തന്നെ സാന്നിധ്യം ഇക്കാലം കഴിഞ്ഞ 10 വർഷങ്ങളായി. അപ്പം ആദ്യമായിട്ട് ഇങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയം, വളരെ സാമൂഹിക പ്രസക്തിയുള്ള, പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിന് അധികം ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത, എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നത്തെ തൻ്റെ ആദ്യത്തെ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ നടത്തുന്ന ഈ ശ്രമം തീർത്തും ശ്ലാഘനീയമാണ്. ഈ സിനിമയെ, അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയും അതിനുള്ള എല്ലാ വിജയങ്ങളും ഈ സിനിമ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സാധ്യമാകുന്ന രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തി അത് ഒരു സമൂഹത്തിന് ഒരു പുതിയ അവബോധം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയെ മാറട്ടെ. എല്ലാവിധത്തിലുള്ള വിജയവും ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം. എൻ്റെ മകൻ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ പൂജയ്ക്ക് വിളിച്ചപ്പോഴത്തേക്കും I was like, okay, nice name, because നമ്മുടെ മലപ്പോഴും കേൾക്കുന്ന ഈ പ്രാവശ്യം ഇപ്പം ഈ ഇടക്കാലത്ത് വെച്ചിട്ട് റിലീസാവുന്ന ന്യൂ ജനറേഷൻ മൂവി പോലെ അല്ലാത്തൊരു ഡിഫറെൻറ്റ് മൂവി ആയിരിക്കും എനിക്ക് 100% ഷുവർ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ക്ലിപ്പിംഗ് കണ്ടപ്പോൾ I could like really feel blessed, because എല്ലാ ആൾക്കാരും എല്ലാവർക്കും അറിയുന്നത് പോലെ ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണ്. പക്ഷെ സ്പെഷ്യൽ കിഡ്സ് ആർ ട്രൂലി സ്പെഷ്യൽ എന്നിവിടെ വന്നപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലായത്. And I'm wishing the director a very, very, very good and successful project. And I'm going to work together. And I'm really hoping everybody is going to be here with us together and promoting this project, because this movie is specially for special kids and for everybody who appreciates specialness. Thank you. രാജുവേട്ടൻ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് 20 വർഷം മുമ്പ് രാജുവേട്ടൻ്റെ സീരിയൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഡയറക്ഷൻ ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചെയ്യാൻ രാജുവേട്ടന് സാധിക്കാൻ പോകുന്നതിൽ എനിക്ക് ആത്മാർത്ഥമായ സന്തോഷമുണ്ട്. അതൊരു നല്ലൊരു പടമായി തീരട്ടെ. നന്ദി. നമസ്കാരം. വളരെ സന്തോഷം. എൻ്റെ പ്രിയ സഹോദരനും സുഹൃത്തുമായ ശ്രീ രാജീവ് രംഗൻ ഒരുക്കുന്ന മകൻ എന്ന ഈ സിനിമയുടെ പൂജാവേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ശ്രീ രാജീവ് രംഗൻ, അതേപോലെ തന്നെ പ്രൊഡ്യൂസർമാരായ പ്രിയ രാജീവ്, രണ്ടുപേരും ഒരു സുഹൃത്തുക്കളാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത്രയും ഡിഫറൻ്റായിട്ടുള്ളൊരു കഥാസന്ധി സിനിമയ്ക്ക് വേണ്ടി ആദ്യത്തെ സിനിമയിൽ തിരഞ്ഞെടുക്കുകയും ഇത്രയും ഒരു വെല്ലുവിളിയും ഒപ്പം നല്ലൊരു മനസ്സും കാണിച്ച് അദ്ദേഹത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു വേറൊരു പുതിയ ടൈപ്പ് അല്ലെങ്കിൽ ന്യൂ ജനറേഷനോ അല്ലെങ്കിൽ ഏത് മൂവി ആണെങ്കിലും എടുക്കാം, പക്ഷേ അത് മാറ്റിവെച്ച് ഇത്രയും നല്ലൊരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി തന്നെ ഈ ഒരു ഫിലിമിന് വേണ്ടി ഇറങ്ങിയ തിരിച്ചേരും അദ്ദേഹത്തിനോടും ഒപ്പം പ്രൊഡ്യൂസർമാർക്കും എൻ്റെ അഭിനന്ദനം, എല്ലാവിധ ആശംസകളും. ഇതൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഭാഗമായിട്ടുള്ളൊരു സിനിമയാണ്. അതിൽ തന്നെ അതിനെ വിലയിരുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഐ എം റിയലി ഹാപ്പി ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന്റെ പൂജയ്ക്ക് വരാനും
അതിൻ്റെ ഒരു ഭാഗമായിട്ട്. ആൻഡ് ബിഫോർ ഓൾ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു സേ ഞാൻ എൽദോയിൽ കണ്ടിട്ടുണ്ട്. ഐ ഗെസ് ബിഫോർ 3-4 years ആദർശ് സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോയപ്പോൾ. And it's really nice to see that he is here with he's doing the lead role in a movie. And Rajiv എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. I'm so really happy. And ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് all my prayers. And once again I wish good luck to the entire crew of this particular movie. Thank you. രാജീവേട്ടനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, അനുഭവ സമ്പത്തുള്ള ഒരു നടനാണ് രാജീവേട്ടൻ. നടനപ്പുറം സംവിധാന മേഖലയിലും ഗാനരംഗത്തുമൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ കൂടാതെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഒരു വിശാലമായ മനസ്സിന് ഉടമയാണ് രാജീവേട്ടൻ. ഒരുപാട് സ്നേഹവും ഒരുപാട് ഉപദേശങ്ങളും ഒക്കെ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും രാജീവേട്ടന്റെ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ മലയാള സിനിമ നമ്മൾ തിയേറ്ററിൽ ചെന്ന് കാണുന്നത് കഥാപാത്രങ്ങൾ ആരൊക്കെ ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല, കഥ എന്താണ് എന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സ്റ്റോറി ഈസ് എ ഹീറോ, സ്ക്രിപ്റ്റ് ഈസ് എ ഹീറോ എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും രാജീവേട്ടൻ അത് നോക്കിയിട്ട് തന്നെ തിരഞ്ഞെടുക്കുള്ളൂ. ഒരൊറ്റ ക്രോമസോമിന്റെ എണ്ണം കൂടിയതുകൊണ്ടാണ് നമ്മുടെ എൽദോ ഒരു ഡൗൺ സിൻഡ്രോം ചെല്ലായത്. നമുക്കറിയാം ട്രൈസോമി 21 എന്ന് പറയും. 21 എല്ലാവർക്കും 23 ജോഡി ക്രോമസോമുകളില്ല. 21ാമത്തെ ക്രോമസോമിന്റെ ഒരു എണ്ണം കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ. ഇപ്പോൾ ഇന്ന് രാജീവ് രംഗൻ എന്ന് പറയുന്ന ഒരൊറ്റ ഡയറക്ടറുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ എൽദോ ഒരു സൂപ്പർ സ്റ്റാറായി മാറാൻ പോവുകയാണ്. എല്ലാ മലയാളികളുടെ എല്ലാം മനസ്സിലേക്ക് നെഞ്ചിലേക്ക് വരുന്ന ഒരു ഹീറോയായി മാറാൻ പോവുകയാണ്. അത് നമ്മുടെ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യം. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളെ പലരും ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തി ഇവരെന്തിനും കൊള്ളില്ല, കാരണം ഇവർക്കൊന്നും കഴിവില്ലാത്ത കുട്ടികളാണെന്നുള്ള എന്തോ ഒരു ചിന്ത പല പേരൻസിൽ പോലും ഉണ്ട്. നമ്മുടെ അടുത്ത് ഇപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ അവർ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എനിക്കൊരു സന്തോഷം തോന്നുന്നു. കാരണം ഇതൊരു തുടക്കമാണ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതുവഴി ഓരോ അച്ഛനും അമ്മയും മനസ്സിലാക്കും എന്റെ മകന് കഴിവുള്ളോ, എന്റെ മകൾക്ക് കഴിവുള്ളോ, എന്റെ മക്കൾ ആരും മോശക്കാരല്ല, ഇവരെല്ലാം ഏബിൾഡ് ചിൽഡ്രനാണ്, ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ്, കഴിവുള്ളവരാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. എന്നെ തീർച്ചയായിട്ടും ലീഡ് ചെയ്യുന്നത് ഇപ്പം രാജീവേട്ടനാണ്. ഇപ്പം ആദർശിന്റെ വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം, എനിക്ക് മുമ്പേ അറിയാവുന്ന ആണ് ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ നന്നായി ഇങ്ങനെയുള്ള ഡിഫറൻഷ്യബിൾ ചിൽഡ്രൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും, രാജീവേട്ടനും ഈ ഫിലിമിന്റെ എല്ലാ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എൽദോയ്ക്കും വിജയാശംസകൾ നേരുന്നു. ഇങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നതിന്റെ ഒരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. ആദ്യമായിട്ട് ഞാൻ ആദർശിൽ പോകുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ കലാപരിപാടികളിലാണ് എൽദോയിനെ ആദ്യമായിട്ട് കാണുന്നത്. എല്ലാ കുഞ്ഞുങ്ങളെയും പരിചയപ്പെട്ടതിന്റെ കൂട്ടത്തിൽ എൽദോ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നെ സിനിമയിൽ എടുക്കാമോ? അപ്പോൾ ചോദിച്ചു, നമുക്ക് സിനിമയിൽ എടുക്കാമോ? അഭിനയിക്കാൻ അറിയാമോ? ഞാൻ അഭിനയിക്കാമോ? ഉറപ്പായിട്ടും അഭിനയിക്കാൻ പറ്റും, ഉറപ്പായിട്ടും അഭിനയിക്കാൻ പറ്റുന്നു. എന്നാൽ നിന്നെ സിനിമയിൽ എടുത്തു എന്ന് പറഞ്ഞു. ശരിക്കും ഈ പ്രോജക്റ്റിന്റെ ആരംഭം അങ്ങനെയാണ്. ഇത്രയും പിന്നെ അതിനൊക്കെ ശേഷം എൽദോ വലിയ ഷോയിലൊക്കെ പങ്കെടുക്കുകയും യൂട്യൂബിലൊക്കെ വരികയും എൽദോയുടെ കലാപരിപാടികൾ എല്ലാവരും ശ്രദ്ധിച്ച് ഏഷ്യാനെറ്റ് മുഖാന്തരം അത് ടെലികാസ്റ്റ് ചെയ്ത് എൽദോയെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ പ്രോജക്റ്റ് ഞാൻ എൽദോയെ വെച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടീനെ എവിടെ കണ്ടുള്ളൂ, ഈ കുട്ടി ഇങ്ങനെയുള്ള കുട്ടിയാണല്ലോ, നല്ല നല്ല ടാലന്റ് ആണല്ലോ എന്ന് ഒരുപാട് പേര് എൻ്റെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ എൽദോയുടെ ആ ഒരു കഴിവിലുള്ള ഒരു കോൺഫിഡൻസ്. പിന്നെ അതും ഒരു കാരണം. രണ്ടാമത്തെ കാരണം, നമ്മുടെ സമൂഹത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്,
ഒരുപാട് പേര് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള സ്ലൈറ്റ് ഇൻഡിഫറൻസ് ഉള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ചുറ്റുമുണ്ട്. പക്ഷേ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മളിൽ പലർക്കും മറ്റ് പാരൻസിനും ഇത്തരം കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർ ചിലപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങളുള്ള പാരൻസിനോട് സഹതപിക്കുന്നതോടുകൂടി അവരുടെ വികാരം നിർത്തുകയാണ്. പക്ഷേ ഇത്തരം കുട്ടികൾക്ക് ഏബിളായിട്ട് വരാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് എന്ത് തരത്തിലുള്ള പരിചരണമാണ് കൊടുക്കേണ്ടതെന്ന് പാരൻസ് ഉൾപ്പെടെ മറ്റുള്ള പാരൻസ്, സാധാരണ കുട്ടികളുടെ പാരൻസിനും അത് മനസ്സിലാക്കിയാൽ ഈ കുട്ടികളെ ഒഴിവാക്കി നിർത്തില്ല. ഇത്തരം കുട്ടികളുള്ള പാരൻസ് ആണ് ഏറ്റവും അധികം മോട്ടിവേറ്റഡ് ആയിട്ട് ഈ ഇത്തരം കുട്ടികളെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെയധികം എനിക്ക് അറിയാവുന്ന ഇന്ന് ഇരിക്കുന്ന ഒരുപാട് പാരൻസ്, ഞാൻ ക്ഷണിച്ചിട്ട് വന്നിട്ടുള്ള ഒരുപാട് പാരൻസ്, അവരാരും ഇത്തരം കുട്ടികളെ കുറിച്ച് ദുഃഖിക്കുന്നവരല്ല, അവർ അഭിമാനം കൊള്ളുന്നവരാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മാധവ് സാർ പറഞ്ഞതുപോലെ ഇവർക്ക് ഡിസബിലിറ്റീസ് ഇല്ല, നമ്മളെക്കാളൊക്കെ എല്ലാം പൂർണ്ണതകളാണ് കൂടുതൽ. അപ്പൊ അത് ഒരു വിഷ്വൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു സിനിമയിലൂടെ, ഡോക്യുമെന്ററി അല്ലാതെ ഒരു സിനിമയിലൂടെ ഒരു കഥാപ്രകാരം പറഞ്ഞാൽ കുറെ കൂടെ ആളുകളുടെ മനസ്സിലേക്ക് അത് എത്തും എന്നൊരു ചിന്തയിലാണ് ഞാൻ ഈ ഒരു ചിത്രത്തിന്റെ ഒരു തോട്ട് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ നായകൻ എന്തൊക്കെയാണ് എൻ്റെ യേശുവിനോട് നന്ദി പറഞ്ഞു. മമ്മിയും അപ്പച്ചനും പപ്പയും കിച്ചുവും കൂടെ വേണ്ടി നന്ദി പറഞ്ഞു. എല്ലാവർക്കും നന്ദി. ഇവിടെ ദിനിഷ കൃഷിയുടെ തൊട്ടിക്കളികളെ ചവിട്ടി തത്തിന പലർക്കും ദിനിഷ ഞങ്ങൾ ശബരിമല പോയി. എനിക്ക് നേരം കർണാടക. ഓക്കെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടിയും നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉമ്മൻചാണ്ടിയും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എനിക്ക് ആനന്ദിന്റെ നന്ദി നന്ദി ജയ്. എല്ലാവർക്കും നന്ദി നന്ദി ജയ്. ശരിക്കും ഒരു അനുകരണ കല എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും പലപ്പോഴും വഴങ്ങാത്തതാണ്. ഒരുപാട് ലിമിറ്റേഷൻ വെച്ചുകൊണ്ടാണ് എൽദോ ഇത് പ്രയത്നിച്ച് സ്വായത്തമാക്കിയതാണ്. ഇതിൽ ഏറ്റവും അധികം എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പം എൻ്റെ സബ്ജക്റ്റിൽ പോലും ഞാൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത് പാരൻസ് എങ്ങനെ ഇത്തരം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് സമൂഹത്തിൽ ഒന്നാം നിലയിൽ എത്തിക്കാൻ പറ്റും. അതാണ് എൻ്റെ സബ്ജക്റ്റിൽ ഞാൻ പറയുന്ന കാര്യം. അതിന് എനിക്ക് ഉദാഹരണമായത് എൽദോയുടെ പപ്പയും മമ്മിയും തന്നെയാണ്. കാരണം എൽദോ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം അവര് കെയർ കൊടുത്ത് അവരെ പഠിപ്പിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റായിട്ട് എൽദോ മാറിയിരുന്നതിന്. അതുപോലെ എല്ലാ പാരൻസിനും കഴിയണം എന്നുള്ള ഒരു ചെറിയ മെസ്സേജാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും എനിക്കുണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.